ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 4 എക്സസൈസ് സെറ്റ് 4.3 സെക്കൻഡ് ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റൻ എന്താണ് എന്ന് നോക്കാം. ഫാക്ടർ യൂസിങ് സ്യൂട്ടബിൾ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 ഐഡൻറ്റിറ്റീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് ഒരു ഐഡൻറ്റിറ്റി. അടുത്ത ഐഡൻറ്റിറ്റി എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. തേർഡ് ഐഡൻറ്റിറ്റി 3 നമ്പേഴ്സ് വരുന്നതായിരുന്നു അല്ലേ. എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac. ഇതാണ് മൂന്നാമത്തെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ 3 ഐഡൻറ്റിറ്റിയിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയേ. ഫസ്റ്റ് വൺ 16y സ്ക്വയർ മൈനസ് 24y പ്ലസ് 9. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടേമുകളാണുള്ളത്. 3 ടേമുകൾ വരുന്നത് ഫസ്റ്റ് വണ്ണിനും സെക്കൻഡ് വണ്ണിനുമാണ് അല്ലേ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ആയിരിക്കും വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഐഡൻറ്റിറ്റിയിൽ സെക്കൻഡ് ടേം നെഗറ്റീവ് 2ab ആണ്. ഇവിടെയും എന്താണ്? നെഗറ്റീവ് 24y ആണ്. നെഗറ്റീവ് സൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സെക്കൻഡ് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഐഡൻറ്റിറ്റിയുടെ RHS ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. നമ്മളതിനെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ടേമിനെയും ലാസ്റ്റ് ടേമിനെയും നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കും. 16 4ൻ്റെ സ്ക്വയറാണ്, 9 3യുടെ സ്ക്വയറുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ 16y സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4y ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 4y ആണ്. ഇതിനെ എ സ്ക്വയറിൻ്റെ ഫോമിൽ എഴുതി. അപ്പോൾ എ എന്ന് പറയുന്നത് 4y ആണ്. ഇനി 9 നമുക്ക് എങ്ങനെ എഴുതാം? 9 നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ബി എന്താണ്? ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്കിവിടെ എയും ബിയും കിട്ടി. ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം? 16y സ്ക്വയർ മൈനസ് 24y പ്ലസ് 9 ഇസ് ഈക്വൽ ടു 16y സ്ക്വയറിനെ നമ്മൾ 4y ദ ഹോൾ സ്ക്വയർ മൈനസ് ഈ 24y എന്ന് പറയുന്നത് ഏതിൻ്റെ ഫോമിലാണ്? 2abയുടെ ഫോമിലാണ്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു a ഈസ് 4y b ഈസ് 3. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ. 4 2s are 8, 8 3s are 24 ഇൻറ്റു y ഈസ് 24y ഉണ്ടല്ലോ. പ്ലസ് 9 നമ്മൾ 3 സ്ക്വയർ എന്ന് എഴുതുന്നു. ഇപ്പോൾ ഇതേത് ഫോമിലായി? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതെന്താണ്? എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. അപ്പോൾ എ ഇവിടെ 4y മൈനസ് ബി ഈസ് 3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് 4y മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. നമ്മൾ യൂസ് ചെയ്ത ഐഡൻറ്റിറ്റി ഏതാണ് എന്നിവിടെ എഴുതണം. ഏതാണ് യൂസ് ചെയ്തത്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഐഡൻറ്റിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 9/4 സ്ക്വയർ പ്ലസ് 6st പ്ലസ് 4t സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമിനെയും ലാസ്റ്റ് ടേമിനെയും എന്തായിട്ട് എഴുതാൻ പറ്റും? സ്ക്വയർ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ എഴുതാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ 9/4 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയറാണ്, 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയറാണ്, എസ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്തായിട്ട് വരും? എ ഈസ് 3/2 എസ്. അപ്പോൾ നമ്മൾ എ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ഇവിടുത്തെ ലാസ്റ്റ് ടേം 4t സ്ക്വയർ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 2t ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ബി എന്താണ്? ബി ഈസ് 2t ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം? 9/4 സ്ക്വയർ പ്ലസ് 6st പ്ലസ് 4t സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് എ സ്ക്വയർ. എ ഈസ് 3/2 എസ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ എല്ലാം പ്ലസ് ആയതുകൊണ്ട് ഫസ്റ്റ് ഐഡൻറ്റിറ്റി ആയിരിക്കും വരുന്നത് കേട്ടോ. പ്ലസ് 2ab. അപ്പോൾ 2 ഇൻറ്റു എ ഈസ് 3/2 എസ് ബി ഈസ് 2t പ്ലസ്
ബി സ്ക്വയർ ദാറ്റ് ഈസ് 2t ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് നോക്കിയേ, നമുക്ക് 6st എന്ന് കിട്ടുമോ എന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് ഒരു 2ഉം ക്യാൻസൽ ചെയ്യാം. 3 × 2 6st എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇതെന്താണ്? a + b ദ ഹോൾ സ്ക്വയർ. അപ്പോൾ a ഈസ് 3/2s പ്ലസ് b ഈസ് 2t ദ ഹോൾ സ്ക്വയർ. ഏത് ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്തേ? a + b ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a² + 2ab + b² എന്നുള്ള ഐഡൻറ്റിറ്റിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. m² by 9 plus mk/3 plus k²/4 plus 3nk plus 2mn plus 9n². അപ്പോൾ ഇവിടെ നമുക്ക് 6 ടേമുകളുണ്ട്. 6 ടേമുകളുള്ള ഐഡൻറ്റിറ്റി നമുക്ക് ഇതാണ് a + b + c ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റിയുടെ എന്താ പറയുന്നത്, RHS ആണ് നമുക്കിവിടെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ m² by 9 നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. m² by 9. m² by 9 നമുക്ക് m-ൻ്റെ സ്ക്വയർ ആണ് m². 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ്. അപ്പോൾ m/3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ a എന്തായിട്ട് വരും? a ഈസ് m/3. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ സ്ക്വയർ വരുന്നതായിരിക്കണം എയും ബിയും സിയുമായിട്ട് എടുക്കേണ്ടത്. ഇതിനകത്ത് സ്ക്വയർ വരുന്നില്ല. അപ്പോൾ ഇത് സ്ക്വയർ വരുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് 1, തേർഡ് 1 ആൻഡ് ലാസ്റ്റ് 1. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് k²/4 ആണ് അടുത്തത് എഴുതേണ്ടത്. k²/4 നമുക്ക് എങ്ങനെ എഴുതാം? k/4ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ ആണ് 4 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ബി നമുക്ക് എന്തായിട്ട് എടുക്കാം? ബി നമുക്ക് k/2 ആയിട്ട് എടുക്കാം. ഇനി അടുത്തത് 9n². 9 നമുക്ക് 3യുടെ സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പോൾ 3n ദ ഹോൾ സ്ക്വയർ. സി അപ്പോൾ നമുക്ക് 3n എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എയും ബിയും സിയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇനി അടുത്ത എന്താ? 2ab. 2ab അപ്പോൾ എന്തായിരിക്കും? 2 × a is m/3 into b is k/2. ഈ 2ഉം ക്യാൻസൽ ആവും. എന്ത് കിട്ടും? mk/3. അപ്പോൾ 2ab എന്ന് പറയുന്നതാണ് എന്ത്? mk/3 എന്ന് പറയുന്നത്. ഇനി അടുത്തത് 2bc. 2bc എന്ന് പറയുന്നത് എന്താ? 2 × k/2 into c എന്താ? 3n is equal to 2യും 2ഉം ക്യാൻസൽ ആയി 3kn. 3nk ആണ് 2bc എന്ന് പറയുന്നത്. അടുത്തത് 2ac. എന്ത് വരും? 2 × a is m/3, c is 3n. 3യും 3യും ക്യാൻസൽ ആവും. 2mn ആണ് 2ac ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതുക. m² by 9 plus k²/4 പ്ലസ് 9n². അപ്പോൾ ഞാൻ a² + b² + c² ഇത് ഞാൻ ഒരുമിച്ച് എഴുതി. പ്ലസ് 2ab ആണ് എന്ത്? mk/3 പ്ലസ് 2bc. 2bc ഈസ് 3nk പ്ലസ് 2mn അതാണ് 2ac എന്ന് പറയുന്നത്. ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കിതിൻ്റെ RHS ആണ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെ എഴുതണം? LHSൻ്റെ ഫോമിൽ എഴുതണം. നമ്മളിപ്പോൾ എയും ബിയും സിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെഴുതാം? a ഈസ് m/3 പ്ലസ് b ഈസ് k/2 പ്ലസ് c ഈസ് 3n ദി ഹോൾ സ്ക്വയർ. യൂസ് ചെയ്ത ഐഡൻറ്റിറ്റി ഇതാണ് എന്നുള്ളത് നിങ്ങളിവിടെ എഴുതിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എയും ബിയും സിയും കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ബാക്കിയുള്ള ടേമുകൾ 2ab, 2bc, 2ac ഇത് തന്നെ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ ചെയ്ത് നോക്കിയത്. നമുക്കപ്പോൾ സെയിം തന്നെ കിട്ടി. അപ്പോൾ എന്താണ്? m/3 പ്ലസ് k/2 പ്ലസ് 3n ദ ഹോൾ സ്ക്വയർ ആണ് ഇതിൻ്റെ ആൻസർ. p² by 16 minus 2 plus 16 by p².
അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമിനെയും ലാസ്റ്റ് ടേമിനെയും സ്ക്വയർ നമ്പേഴ്സ് ആയിട്ട് എഴുതാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ പി സ്ക്വയർ ബൈ 16 നമുക്ക് എന്ത് എഴുതാം? പി സ്ക്വയർ ബൈ 16 എന്ന് പറയുന്നത് പി ബൈ 4ൻ്റെ സ്ക്വയർ ആണ് 16, ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു പി ബൈ 4. ഇനി ലാസ്റ്റ് ടേം 16 ബൈ പി സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ് ബൈ പി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ബി എന്ന് പറയുന്നത് നമുക്ക് 4 ബൈ പി എന്ന് കിട്ടി. ഇനി 2ab അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു എ ഈസ് പി ബൈ 4, ബി ഈസ് 4 ബൈ പി. ഇവിടെ 4ഉം 4ഉം ക്യാൻസലാവും, പിയും ക്യാൻസലാവും, 2 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ മിഡിൽ ടേം നമുക്ക് 2 എന്ന് കിട്ടി 2ab ചെയ്തപ്പോൾ. അപ്പം ഇതിൻ്റെ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ ഏതായിരിക്കും വരുന്നത്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി ആയിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. പി സ്ക്വയർ ബൈ 16 മൈനസ് 2 പ്ലസ് 16 ബൈ പി സ്ക്വയർ ഇസ് ഇക്വൽ ടു, ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതുന്നു? എ സ്ക്വയറിനെ നമ്മൾ പി ബൈ 4 ദ ഹോൾ സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ 2 ഇൻറ്റു പി ബൈ 4 ഇൻറ്റു 4 ബൈ പി പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് 4 ബൈ പി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എ ഈസ് പി ബൈ 4 മൈനസ് ബി ഈസ് 4 ബൈ പി ദ ഹോൾ സ്ക്വയർ. ഇവിടെ നിങ്ങൾ യൂസ് ചെയ്ത ഐഡൻറ്റിറ്റി സെക്കൻഡ് 1 ആണ് എന്നുള്ളത് ഇവിടെ നിങ്ങൾ ഐഡൻറ്റിറ്റിയും കൂടെ എഴുതിക്കണം. ഇനി അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ 9a സ്ക്വയർ പ്ലസ് 4b സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 12ab പ്ലസ് 6ac മൈനസ് 4bc. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചില ടേമുകൾക്ക് നെഗറ്റീവ് സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് സൈൻ വന്നിട്ടുള്ളത്, അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും എയോ ബിയോ സിയോ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. അത് ഏതാണ് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പോൾ ഇവിടെ നോക്കിയേ, 12ab നെഗറ്റീവാണ്, 4bc നെഗറ്റീവാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ബി ആണല്ലേ. അപ്പോൾ ബി നെഗറ്റീവ് വന്നതുകൊണ്ടാണ് ഇവിടെ 12abയും 4bcയും നെഗറ്റീവായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ബിക്ക് നെഗറ്റീവ് സൈൻ കൊടുത്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പം 9a സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 3യുടെ സ്ക്വയർ ആണ്. അപ്പോൾ 3a ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എ നമുക്ക് 3a എന്ന് കിട്ടി. ഇനി സെക്കൻഡ് 1 4b സ്ക്വയർ. 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 2b ദ ഹോൾ സ്ക്വയർ. ബി ഇവിടെ എന്താണ് എന്ന് പറഞ്ഞു? നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നെഗറ്റീവ് 2b സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ബി എന്തായിട്ട് എടുക്കാം? നെഗറ്റീവ് 2b ആയിട്ട് എടുക്കാം. ഓക്കെ. ഇനി അടുത്ത തേർഡ് ടേം സി സ്ക്വയർ ആയിട്ട് തന്നെ എഴുതുന്നു. അതിൻ്റെ കൂടെ വേറെ കോഎഫിഷ്യൻസ് ഒന്നുമില്ല. ഇനി അടുത്തത് 2ab വരും അല്ലേ. അപ്പോൾ 2ab വരുമ്പോൾ എങ്ങനെയാ? 2 ഇൻറ്റു എ ഈസ് 3a, ബി ഈസ് നെഗറ്റീവ് 2b ഇസ് ഈക്വൽ ടു 3 2s are 6, 6 2s are 12, നെഗറ്റീവ് 12ab എന്ന് കിട്ടി. ഇനി അടുത്തത് 2bc ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു ബി എന്താ? നെഗറ്റീവ് 2b ഇൻറ്റു സി എന്താ? സി തന്നെയാണല്ലേ, ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 4bc എന്ന് വരും. അപ്പോൾ അതാ നെഗറ്റീവ് 4bc ഉണ്ടല്ലോ. ഇനി അടുത്തത് 2ac. അപ്പോൾ 2 ഇൻറ്റു എ ഈസ് 3a, സി ഈസ് സി. അപ്പോൾ എന്ത് വന്നു? 6ac എന്ന് വന്നു. അപ്പോൾ അതാ ഇവിടെ 6ac കിട്ടി. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 9a സ്ക്വയർ പ്ലസ് 4b സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 12ab പ്ലസ് 6ac മൈനസ് 4bc ഇസ് ഈക്വൽ ടു, ഇതെന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ സ്ക്വയർ. എ ഈസ് 3a, ബി ഈസ് നെഗറ്റീവ് 2b, സി ഈസ് സി തന്നെ. അപ്പോൾ 3a മൈനസ് 2b പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.